ഫോംസ് ആപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യമായി ഫോംസ് ആപ്പ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഐക്കണായിട്ട് ഫ്രണ്ടിൽ വന്ന് കിടക്കും. ഫോംസ് ആപ്പ് എന്ന ഐക്കണാണ്, ബ്ലൂ കളറിലുള്ള. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻസാണ് കാണുന്നത്. ഗൂഗിൾ ഫോംസ്, താഴത്ത് സർവേ ഹാർട്ട്. സർവേ ഹാർട്ട് ശരിക്കും വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് കുറച്ചും കൂടി അതിനകത്ത് തീംസും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി മോഡിഫൈഡ് വെർഷനാണ് ഈ ഗൂഗിൾ ഫോംസിൻ്റെ. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗൂഗിൾ ഫോംസ് മുകളിലുള്ള അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് ഇതിനകത്ത് ലോഗിൻ ചെയ്യുന്ന ഒരാൾക്ക് അലൗ യുവർ ഇമെയിൽ അഡ്രസ്സ് അങ്ങനെയുള്ള 2-3 പെർമിഷൻസ് ചോദിക്കുക. അപ്പോൾ അതെല്ലാം അലൗ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും താഴത്ത് ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫോമിൻ്റെ ടൈറ്റിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. നമ്മൾ എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഈ ഫോം ഇടുന്നതിനുള്ള എയിം എന്താണോ അതനുസരിച്ചിട്ടുള്ള ഒരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. നമുക്കൊരു അറ്റൻഡൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ നമുക്ക് സ്റ്റാഫ് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന അറ്റൻഡൻസ് എന്ന് വല്ലതും കൊടുക്കാം. അത് സ്റ്റാഫ് മീറ്റിംഗ് ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം 06/06/2020. ഇങ്ങനെ നമ്മൾ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഈ താഴത്തുള്ള പ്ലസ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ആൻസേഴ്സ്, ലോങ് ആൻസേഴ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ചെക്ക് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ, ലീനിയർ സ്കെയിൽ, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഇതിൽ കാണാം. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഷോർട്ട് ആൻസർ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. അപ്പോൾ ഷോർട്ട് ആൻസറിൽ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മൾ ഷോർട്ട് ആൻസറിൽ നമുക്കിപ്പോൾ ഒരാളുടെ പേരാണ് വേണ്ടത്. അപ്പോൾ പ്ലീസ് എൻ്റർ യുവർ ഫുൾ നെയിം എന്നുള്ള രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻസറിൻ്റെ അവിടെ റിക്വയർഡ് എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആർക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് അൺആൻസേർഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടില്ല. ഇത് ആൻസർ ചെയ്താൽ മാത്രമാണ് അയാൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഫുൾ ഡേറ്റ നമുക്ക് കിട്ടും. അപ്പോൾ റിക്വയർഡ് എനേബിൾ ചെയ്തിടുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ MCQ ആഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിനകത്തൊരു ഡെമോ പോലെ കൊടുക്കുന്നത്, വാട്ട് ഈസ് ദ കളർ ഓഫ് സ്കൈ എന്ന് നമുക്ക് ഒരു ഡെമോ ക്വസ്റ്റ്യൻ പോലെ ചുമ്മാ കൊടുക്കാം. താഴത്ത് ആഡ് ഓപ്ഷൻസ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. ഒരു ഓപ്ഷൻ ഡിസ്ട്രാക്ടേഴ്സ് ആയിട്ട് കൊടുക്കുന്നതിൽ ഒരു റൈറ്റ് ആൻസർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മറ്റ് ഓപ്ഷൻസായ ഗ്രീൻ എന്ന് കൊടുക്കാം, ഒരു ഓപ്ഷനും കൂടി കൊടുക്കാം, റെഡ് എന്ന്, എത്ര ഓപ്ഷൻ നമുക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അപ്പോൾ അതിൽ റിക്വയർഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല ആർക്കും. നെക്സ്റ്റ് നമ്മൾ പ്ലസ് ബട്ടൺ ആഡ് ചെയ്തിട്ട് ഒരു റേറ്റിംഗ് സ്കെയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലീനിയർ സ്കെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഹൗ മച്ച് യു വാല്യൂ ദിസ് കമ്പനി, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ എന്ത് വേണമെങ്കിലും ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് ഒരു റേറ്റിംഗ് ആണ്. 0 മീൻസ് യു ഡോണ്ട് ഗീവ് എനി വാല്യൂ. മാക്സിമം നമുക്ക് 3 മുതൽ 10 വരെ കൊടുക്കാവുന്നതാണ്. അതനുസരിച്ച് ആ സിവിയറിറ്റി റേറ്റിംഗ് സ്കെയിൽ അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ചൊക്കെ ഞാനിവിടെ 5 വരെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 0 to 5 ആണ് ആ റേറ്റിംഗ് സ്കെയിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൾക്കാരുടെ പേര് നമുക്ക് കളക്ട് ചെയ്യണം, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യണം, ഒരു റേറ്റിംഗ് സ്കെയിൽ. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരാളുടെ മാർക്സ് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലീസ് എൻ്റർ യുവർ ഫുൾ നെയിം എന്നുള്ള ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ആയിട്ട് കൊടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്ലീസ് എൻ്റർ യുവർ മാർക്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ഔട്ട് ഓഫ് 50 എന്നുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അടിയിൽ ഷോർട്ട് ആൻസർ ടെക്സ്റ്റായിട്ട് ആ വ്യക്തിക്ക് അതിൻ്റെ റെസ്പോൺസായിട്ട് തരാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ ഈ കോർണറിലുള്ള സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഓപ്ഷൻസ് ചോദിക്കും. അത് ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡാണ്, വഴിയെ പറഞ്ഞു തരാം. അത് ബേസിക്കലി നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ സബ്മിറ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ആഡ് വരും, അത് നമുക്ക് ബാക്ക് അടിച്ച് കളയാവുന്നതാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്
ആപ്പ് കഴിയുമ്പോൾ ക്രിയേറ്റിംഗ് ഫോം എന്നുള്ള ഒരു ഓപ്ഷൻസാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ലിങ്ക് ആയിട്ട് വരും. അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. താഴത്ത് തന്നെ മെയിലായിട്ട് ഷെയർ ചെയ്യാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, മെസ്സേജ്, എനി പ്ലാറ്റ്ഫോം നമുക്ക് വഴി ഇത് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ വാട്സപ്പാണ് ഒരു ചാനലായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് നമ്മൾ തുറക്കുക. ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിട്ട് ഇതിനകത്തൊരു ഡെമോ പോലെ കാണിക്കുകയാണ്. അപ്പോൾ അറ്റൻഡൻസ് സ്റ്റാഫ് മീറ്റിംഗ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഉദ്ദേശിക്കുമെങ്കിൽ ഇങ്ങനെ ഒരു ലിങ്ക് വരും, ജസ്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിലേക്കാണോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഈ ലിങ്കാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇനി ആ വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആ വ്യക്തിക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഈ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഫോം, നമ്മൾ ടൈപ്പ് ചെയ്ത ഫോം ഇതിനകത്ത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലീസ് എൻ്റർ യുവർ നെയിം എന്നുള്ളിടത്ത് ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്തു. പിന്നെ അടുത്തൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതിനകത്തൊരു ആൻസർ ഇട്ടു. ഇത് വാല്യൂ അത് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ കൊടുത്തു. ജസ്റ്റ് സബ്മിറ്റ് എന്ന ബട്ടണിൽ ഞാൻ ഞെക്കി. അപ്പോൾ എൻ്റെ അത് യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്. അപ്പോൾ ആർക്കാണ് നമ്മൾ അയച്ചു കൊടുത്തത് അയാളുടെ ഇത് നമുക്ക് റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റെക്കോർഡായിട്ടുള്ള ഇത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. വീണ്ടും നമ്മൾ നമ്മുടെ ഫോംസ് ആപ്പ് തുറക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൈം പറയുക. അതായത് 10 മണിക്ക് മുമ്പായി നിങ്ങളുടെ അറ്റൻഡൻസ് തരിക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ 2 ദിവസത്തിനുള്ളിൽ തരിക. ഒരു സ്പെസിഫിക് ഡെഡ് ലൈൻ കൊടുത്തിട്ട് നമുക്ക് ആ സമയം കഴിയുമ്പോൾ നോക്കിയാൽ മതി, അപ്പോഴത്തേക്കും എല്ലാം വന്നോളൂല്ലോ. അപ്പോൾ ഫോംസ് ആപ്പ് തുറക്കുക, ഗൂഗിൾ ഫോംസ് മുകളിലുള്ള തുറക്കുക. തുറന്നു കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം പുതിയത് ലോഡായിട്ട് വരാനായിട്ട്. ഇപ്പോൾ പുതിയ മുകളിൽ ലോഡായിട്ട് വന്നിട്ടുണ്ട് അറ്റൻഡൻസ് എന്നുള്ളത്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. 1 റെസ്പോൺസ്, അതായത് ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത ആ റെസ്പോൺസാണ് അതിനകത്ത് കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആഡ് വരും, അത് നമുക്ക് ബാക്ക് അടിച്ച് കളയാവുന്നതാണ്. അതിനകത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് താഴത്ത് സമ്മറി, ഇൻഡിവിജ്വൽ, എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് തന്നിരിക്കുന്ന റെസ്പോൺസ് നമുക്ക് അത് മുകളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഞാൻ റെസ്പോൺസ് ചെയ്തിട്ടുള്ളതെന്ന്, മറ്റ് ആർക്കാണ് കൊടുത്തത്. ഇത് നമുക്ക് എക്സലിലേക്ക് വേറെ എന്തിലേക്കും നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ എക്സ്പോർട്ട് എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടുള്ള ഫ്രീ വേർഷനിൽ നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗൂഗിൾ ഷീറ്റിൽ നിന്ന് ഈസിലി കോപ്പി ചെയ്തിട്ട് നമുക്ക് എക്സലിലേക്ക് പേസ്റ്റ് ചെയ്യാം. വേർഡിലേക്ക് വേണമെങ്കിലും എന്തിലേക്ക് വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ആപ്പ് വരും, അത് ബാക്ക് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സാണ് ലിങ്ക് ചെയ്തേക്കുന്നത് അത് ഒരു പെർമിഷൻ ചോദിക്കുക, അതൊരു ഓക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊരു പേജിലേക്ക് വരുന്നതാണ്. ഒരു എക്സൽ പോലെ തന്നെ പേജ് തന്നെയാണ് ഗൂഗിൾ ഷീറ്റ്. ഇത് 6/6/2020 20:41 അതായത് 8:41:11 അയാൾ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഫുൾ നെയിമും വന്നിട്ടുണ്ട്, കളർ ഓഫ് സ്കൈ. അപ്പോൾ ഇങ്ങനെ ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരാളുടെ റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഇപ്പോൾ നമ്മളൊരു 50 പേരുടെ റെസ്പോൺസ് ആണെങ്കിൽ 50 പേരുടെ റെസ്പോൺസ് താഴെ വരും. അപ്പോൾ നമുക്ക് എന്നേക്കുമായിട്ട് അത് സ്റ്റോറായി കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് സ്റ്റോറായി കിടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫോംസ് ആപ്പിൽ ഇങ്ങനെ ഫോൾഡറായിട്ട് ഓരോ കാര്യങ്ങൾ ഓരോരോ ഫോൾഡറിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്നേക്കുമായിട്ട് അത് സേവ് ആയിരിക്കും, അത് ഒരിക്കലും പോവില്ല. നമ്മുടെ മെയിലായിട്ട് ലിങ്ക് ആയതിനാൽ നമ്മുടെ മെയിലിൽ ഇതിൻ്റെ ഡേറ്റ മൊത്തമുണ്ട്. ഒരിക്കലും അത് നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല. ഞാനിപ്പോൾ ഒരു ഡെമോ പോലെയുള്ള ഒരെണ്ണം ഇത് കാണിക്കാം. ഫോം നമുക്ക് ആക്റ്റീവും ഇനാക്റ്റീവും ആക്കാം. അതായത് നമ്മൾ ഒരു ഫോം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 3 മണി വരെയാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 മണി വരെ ആക്റ്റീവ് ആക്കി വയ്ക്കുക. 3 മണിക്ക് ശേഷം ഇനാക്റ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണിക്ക് ശേഷം ആർക്കും അതിൽ റെസ്പോൺസ് തരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അത്ര നേരത്തെ ഡേറ്റയാണ്. ഇപ്പോൾ ഒരാൾ 4 മണിക്ക് അതിൽ വന്ന് ഡേറ്റ എൻ്റർ ചെയ്യുന്നത് നടക്കില്ല. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ടൈം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ കൺട്രോളുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് 52 റെസ്പോൺസ് ഉള്ളൊരു ഇതാണ്. അതെങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് കാണിക്കാം. ഇതിൽ എക്സ്പോർട്ട് ചെയ്യുക, ഗൂഗിൾ ഷീറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വയ്ക്കും, ഓക്കെ അടിച്ചു കൊടുക്കുക. ലോഡാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം ഇത് ഫുൾ റെസ്പോൺസ് സമയം അനുസരിച്ച് എല്ലാ ഡീറ്റെയിലും ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നേക്കുമായിട്ട് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം.
നമുക്ക് ഒരു യൂസ്ഫുൾ ഇതായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ആപ്പാണ് ഫോംസ് ആപ്പ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായി എന്ന് കരുതുന്നു.